വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയിൽ നിശ്ചയം ഫലം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസിയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമാക്കുന്ന തിരുവചനമാണ് 1 കൊരിന്ത്യർ 12 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസികളായിരിക്കുന്ന നാം ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും വെവ്വേറെയായി ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളും ആകുന്നു. അതുകൊണ്ട് ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. 1 കൊരിന്ത്യർ 12:26. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകിയാൽ വിശ്വാസികളായ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ആണ്. അതുകൊണ്ട് ശരീരത്തിലെ അവയവങ്ങൾ ഐക്യതയോടെ പ്രവർത്തിക്കുന്നത് പോലെ നാം തമ്മിൽ ഐക്യത ഉള്ളവരായിരിക്കണം. ഈ ഐക്യത ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതവരെ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്കും സകലതും പൊതുവക എന്നീ ആവശ്യാനുസരണം പങ്കിടുന്ന അവസ്ഥയിലേക്ക് നയിച്ചു. പ്രവൃത്തി 2:42 മുതൽ 47 വരെ. കർത്താവ് തലയായിരിക്കുന്ന സഭയിലെ വിവിധ അവയവങ്ങളാണ് വിശ്വാസികൾ. എല്ലാവർക്കും സഭയിൽ അവരവരുടേതായ സ്ഥാനമുണ്ട്. ആരെയും മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. ആർക്കും മാറി നിൽക്കുവാനും കഴിയില്ല. എൻ്റെ ചെറുവിരൽ വേദനിക്കുന്നുവെങ്കിൽ എൻ്റെ ചെറുവിരലിന് മാത്രമല്ല, എൻ്റെ ശരീരം മുഴുവൻ വേദന അനുഭവിക്കുന്നു. അങ്ങനെ വേദന ഉണ്ടാവുന്നില്ല എങ്കിൽ ശരീരത്തിന് സാരമായ തകരാറുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഭിന്നത ഉള്ളത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഒരു ചിന്തകൻ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: പല തലകൾ ഉള്ളതിനാൽ ഭിന്നത ഉണ്ടാകുന്നു. ഒരു തലയായിരുന്നുവെങ്കിൽ ഒരഭിപ്രായം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതെത്രയോ ശരിയാണ്. ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിൽ ഭിന്നതകൾ കാണുകയേ ഇല്ല. മറിച്ച് ഭിന്നതകൾ നിലനിൽക്കുന്നുവെങ്കിൽ ക്രിസ്തു തലയായിരിക്കുന്നില്ല എന്നതാ സത്യം. സഭയിലുള്ള ഭിന്നതകൾ നിമിത്തം സഭയിൽ വേദന അനുഭവിക്കുന്ന സഹോദരൻ്റെ വേദന കാണുവാനോ, സഭയിൽ സന്തോഷം അനുഭവിക്കുന്ന സഹോദരൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനോ വിശ്വാസിക്ക് കഴിയുന്നില്ല. പ്രസിദ്ധ ഡോക്ടർ പോൾ ബ്രാൻഡ് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും വെല്ലൂരിൽ ഒരു പുനരധിവാസ കേന്ദ്രത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. 12 വയസ്സുള്ള 12 കുട്ടികളെ പാർപ്പിച്ച് അവരുടെ കൈകാലുകളിലെ വിരലുകൾ മുറിഞ്ഞു പോകുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു. ഒരു ദിവസം അതിരാവിലെ ഒരു കുട്ടി തൻ്റെ ചെറുവിരൽ കാണുന്നില്ല എന്ന സങ്കടം ഡോക്ടറെ അറിയിച്ചു. ഡോക്ടറും കുട്ടികളും എത്ര ശ്രമിച്ചിട്ടും അവൻ കിടന്ന പായയുടെ അരിയിൽ കണ്ട് 2 തുള്ളി രക്തമല്ലാതെ കള്ളനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഡോക്ടറും കുട്ടികളും ഉറക്കം വെടിഞ്ഞ് കള്ളനെ കാത്തിരുന്നു. പാതിരാത്രിയായപ്പോൾ വെള്ളം ഒഴുകുന്നതിനുള്ള ഓവിൽ കൂടി ഒരു കൊച്ചു ചുണ്ടലി വരുന്നത് അവർ കണ്ടു. ഈ കൊച്ചു ചുണ്ടലിയാണ് കൊച്ചുപാലിൻ്റെ ചെറുവിരൽ കടിച്ചു കൊണ്ടുപോയത് എന്ന് അവർ മനസ്സിലാക്കി. അതിലും അത്ഭുതം, വേദനാജനകവുമായ ഒരു സംഗതി, ചെറു ചുണ്ടലി ഈ ബാലൻ്റെ ചെറുവിരൽ കടിച്ചെടുത്തിട്ടും അവനൊട്ടും വേദന എടുത്തില്ല എന്നതാ. കാരണം അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇന്ന് സഭയിലും സമൂഹത്തിലും വേദന അനുഭവിക്കുന്നവരുടെ വേദന കാണുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല എങ്കിൽ സഭയിലും സമൂഹത്തിലും കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് പാട്ടുകൾ പാടണം. സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണിത്. ആദിമസഭയെക്കുറിച്ച് പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന സഭയായിരുന്നു. പ്രാർത്ഥനയാൽ അനേക അത്ഭുതങ്ങൾ ആദിമസഭയിൽ നടന്നിരുന്നു. ഹെരോദ രാജാവിനാൽ തടവിലാക്കപ്പെട്ട പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 5-ാമത്തെ വാക്യം.
ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിക്കിടന്ന പത്രോസിനെ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി. കാരാഗ്രഹം കാത്തുകിടന്ന കാവൽക്കാരുടെ നടുവിൽ കൂടി കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്നത് സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയാൽ ഇന്നും അനേക അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നാം എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എന്താ ഇതിന് കാരണം? ഇന്ന് നമ്മളുടെ പ്രാർത്ഥന ഒരു വഴിപാട് പോലെയായി തീർന്നിരിക്കുകയാണ്. യാക്കോബ് 4:3 പറയുന്നത്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകയാൽ ഒന്നും ലഭിക്കുന്നില്ല എന്ന്. നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സഹോദരൻ്റെ വേദനയെ നമ്മളുടെ വേദനയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതെ, അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവേ, കഷ്ടത അനുഭവിക്കുന്നവൻ്റെ വേദനയെ എൻ്റെ തന്നെ വേദനയായി ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. സാധിക്കാത്ത കാര്യമില്ലൊന്നും പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കും